Good morning dear students and warm welcome to our 6th online class. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. ലീഗൽ ഫ്രെയിംവർക്കിലെ 6 പോയിന്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ലെജിസ്ലേഷൻസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഒരു 6 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലൊരു പോയിന്റും കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്യാൻ. അത് ഏതാണ്? സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ആണ്. സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ആരാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? ICSI ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ലീഗൽ ഫ്രെയിംവർക്കിൽ 7th പോയിൻ്റാണ്. ലെജിസ്ലേഷൻസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നതിൽ 7ാമത്തെ പോയിൻ്റാണ് നമ്മളുടെ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. So ICSI is an autonomous body which issues secretarial standards in terms of the provisions of the New Companies Act. ന്യൂ കമ്പനീസ് ആക്ട് പ്രകാരമാണ് ICSI എന്ന് പറയുന്ന ഒരു ജനറൽ ബോഡി അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡി എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഫാർ ദ ICSI ഹാസ് ഇഷ്യൂഡ് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഓൺ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, that is SS1, and the secretarial standards on general meeting, that is SS2. അപ്പോൾ 2 സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, 1ഉം 2ഉം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ്. SS2ൽ നമ്മൾ പഠിക്കുന്നത് ജനറൽ മീറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. അതാണ് 2 സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഈ ഒരു 7th പോയിന്റിൽ പഠിക്കാനുള്ളത്. ദീസ് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഹാവ് കം into force with effect from 1st July 2015. ഈ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് 1ഉം 2ഉം എന്ന് പറയുന്നത് അത് ഇഫക്റ്റീവായിട്ട് വന്നിട്ടുള്ളത് എന്ന് മുതലാണ്? 1st July 2015 തുടങ്ങിയിട്ടാണ്. സെക്ഷൻ 118 സബ്സെക്ഷൻ 10 ഓഫ് ദ ന്യൂ കമ്പനീസ് ആക്ട് പ്രൊവൈഡ് ദാറ്റ് എവറി കമ്പനി അതർ ദൻ 1 person കമ്പനി ഷാൽ ഒബ്സർവ് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈഡ് ആസ് സച്ച് ബൈ ദ ICSI വിത്ത് റെസ്പെക്ട് ടു ജനറൽ ആൻഡ് ബോർഡ് മീറ്റിംഗ്സ്. അപ്പോൾ ജനറൽ മീറ്റിങ്ങിലും അതുപോലെ തന്നെ ബോർഡ് മീറ്റിങ്ങിലും ICSI പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാ കമ്പനീസും ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് ഈ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എല്ലാ കമ്പനികളും ഫോളോ ചെയ്യണം. അവിടെ ഒഴിവ് കൊടുത്തുള്ളത് 1 person കമ്പനി ആണെങ്കിൽ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണമെന്നില്ല. ബാക്കി എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം? സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടതാണ്. It is an autonomous body constituted by the Company Secretaries Act 1980. അപ്പോൾ ICSI എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതെങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980 പ്രകാരമാണ് ICSI എന്ന് പറയുന്ന ഒരു ജനറൽ ബോഡി അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. It is a body to regulate and develop the profession of company secretaries in India. ഇന്ത്യയിൽ കമ്പനിയുടെ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ICSI നിൽക്കുന്നത്? റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് ദ പ്രൊഫഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറീസ്. കമ്പനി സെക്രട്ടറീസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ്റെ അത് റെഗുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ICSI എന്ന് പറയുന്ന ബോഡി നിലനിൽക്കുന്നത്. It issues secretarial standards as per the provisions of the Companies Act 2013. സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ICSI ആണ്. അതെന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ദ പ്രൊവിഷൻസ് ഇൻ ദ കമ്പനീസ് ആക്ട് 2013. പുതിയൊരു കമ്പനീസ് ആക്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1956 കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് അമെൻമെൻറ്റ് എന്ന് വന്നിട്ടുണ്ട്, 2013 വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ആണ് ICSI ഇഷ്യൂ ചെയ്യുന്നത്. Section 118 subsection 10 of the Companies Act states that every company shall observe secretarial standards specified by Institute of Company Secretaries of India with respect to general and board meeting. ജനറൽ മീറ്റിങ്ങിലും അതുപോലെ തന്നെ ബോർഡ് മീറ്റിങ്ങിലും അക്കോർഡിംഗ് ടു സെക്ഷൻ 118 സബ്സെക്ഷൻ 10 പ്രകാരം എല്ലാ കമ്പനീസും സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ICSI ഇഷ്യൂ ചെയ്യുന്നത് ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. അവിടെ ഒഴിവ് കൊടുത്തിട്ടുള്ളത് 1 person കമ്പനി ആണെങ്കിൽ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, ബാക്കി എല്ലാ കമ്പനീസും എന്ത് ചെയ്യണം? ഫോളോ ചെയ്യേണ്ടതാണ്.
അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡേർഡ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് 1 എന്ന് പറയുന്നതും 2 എന്ന് പറയുന്നതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. SS1 സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് 1 എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിനോട് റിലേറ്റഡ് ആണ്. SS2 എന്ന് പറയുന്നത് ജനറൽ മീറ്റിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ. Secretarial Standards 1 on meeting of the board seeks to prescribe a set of principles for conducting the meetings of board of directors. അപ്പോൾ board of directors മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്, എന്തൊക്കെ പോളിസീസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് 1 എന്ന് പറയുന്നത്. These principles are equally applicable to the meeting of committee as well. അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റി മീറ്റിംഗ്സിലും ഈ SS1 എന്ന് പറയുന്ന സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടതാണ്. SS1 principles are applicable to the meeting of board of directors of all companies except a one-person company. One-person company ആണെങ്കിൽ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് 1 എന്ന് പറയുന്നത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ കമ്പനികളിലും ബോർഡ് മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ കമ്മിറ്റീസോ കൂടുമ്പോൾ SS1 പറയുന്ന എല്ലാ പ്രിൻസിപ്പിൾസും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇനി സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് 2 എന്ന് പറയുന്നത് എന്തിനോട് റിലേറ്റഡ് ആണ്, ജനറൽ മീറ്റിങ്ങിനോട് റിലേറ്റഡ് ആണ്. അതിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് ആണ് SS2ലുള്ളത്. സോ SS2 prescribes a set of principles for conducting and convening general meeting. ജനറൽ മീറ്റിംഗ് എങ്ങനെയൊക്കെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, കൺവീൻ ചെയ്യേണ്ടത്, അതിനുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഇതിൽ പറയുന്നത്, SS2ൽ പറയുന്നത്. This standard also deals with the procedure of conducting e-voting and a postal ballot. ഇതിൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജനറൽ മീറ്റിങ്ങിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും വോട്ടിംഗ് റൈറ്റ് ഉള്ളതാണ്. ആ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് വോട്ടിംഗ് ചെയ്യുന്നതും അതുപോലെ തന്നെ പോസ്റ്റൽ ബാലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനുള്ള പ്രിൻസിപ്പിൾസും കൂടി ഇതിൽ പറയുന്നുണ്ട്, SS2ൽ പറയുന്നുണ്ട്. SS2 is applicable to all types of general meeting of all companies except a one-person company incorporated under the Act. Companies Act പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും, അതിൽ ഏത് കമ്പനിക്ക് മാത്രമാണ് ഒഴിവ് കൊടുത്തിട്ടുള്ളത്, 1-person കമ്പനി ആണെങ്കിൽ ഒഴിവ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കമ്പനീസിലും ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏത് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യേണ്ടത്, SS2ൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. The principles in SS2 are applicable mutatis and mutandis to meeting of creditors and debenture holders. Moreover, it also prescribes that any meeting of members or creditors or debenture holders of a company under the direction of CLB. എന്താണ് ഈ CLB എന്ന് വെച്ചാൽ കമ്പനി ലോ ബോർഡ്. അപ്പോൾ കമ്പനി ലോ ബോർഡിൻ്റെ ഡയറക്ഷൻ പ്രകാരം ഡിബഞ്ചേഴ്സ് ആയിക്കോട്ടെ, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ആരൊക്കെയാണ് ഈ ജനറൽ മീറ്റിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത്, അവരെല്ലാവരും ഏത് ഫോളോ ചെയ്യേണ്ടതാണ്, SS2 എന്ന് പറയുന്നത് ഫോളോ ചെയ്യേണ്ടതാണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു മുറ്റാറ്റീസ് ആൻഡ് മുഡാഡീസ് ടു മീറ്റിംഗ്സ് ഓഫ് ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചേഴ്സ്. ഈ മുഡാഡീസ് ആൻഡ് മുഡാഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാറ്റേഴ്സ് ദാറ്റ് ആർ സെയിം കേസ് ഓർ ജനറൽ നേച്ചർ. ജനറൽ നേച്ചറായിട്ടുള്ളൊരു ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മുട്ടാറ്റീസ് ആൻഡ് മുഡാഡീസ് എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യണം, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനി മെമ്പർ ആരൊക്കെയാണോ ജനറൽ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത് അവരെല്ലാവരും കമ്പനി ലോ ബോർഡിൽ പറയുന്ന തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഫോളോ ചെയ്യേണ്ടതാണ്. Then NCLT, that is National Company Law Tribunal or any other authority shall be governed by the provisions of this standard. അതുപോലെ തന്നെ SS2 എന്ന് പറയുന്നതിൽ ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് ഗവേൺ ചെയ്യുന്നത്, NCLT അല്ലെങ്കിൽ അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള അതോറിറ്റീസ്. NCLT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അതോറിറ്റി ഗവേൺ ചെയ്യുന്ന പ്രൊവിഷൻസും കൂടിയും SS2ൽ അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്, 1ഉം 2ഉം. 1 എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ കണ്ടക്ട് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്. അതേസമയം SS2 എന്ന് പറയുന്നത്
the principles related to the conduct of the general meeting. അതിൽ എസ്പെഷ്യലി പറയുന്നത് എന്താണ്, ഇ വോട്ടിങ്ങും അതുപോലെ തന്നെ പോസ്റ്റൽ ബാലറ്റിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് SS2 പറയുന്നത്. The legal and regulatory requirements that affect corporate governance practice in a jurisdiction should be consistent with the rules of law, ട്രാൻസ്പെറൻറ്റ് ആൻഡ് എൻഫോഴ്സബിൾ. അപ്പം നമ്മൾ 7 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ ലീഗൽ ഫ്രെയിം വർക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്? കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ റൂൾ ഓഫ് ലോ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് എൻഫോഴ്സബിൾ. എങ്ങനെയായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ എൻഫോഴ്സബിൾ ആയിരിക്കണം. ദ റെഗുലേഷൻസ് ലിസ്റ്റഡ് above are consistent with the rule of law, clearly spelled out, and are enforceable. Both DCA and SEBI have been conferred investigative powers. ഈ പറയുന്ന നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസ് എന്ന് പറയുന്നതും ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നതും എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഒരു ലീഗൽ ഫ്രെയിം വർക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ലീഗൽ ഫ്രെയിം വർക്കിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, എൻഫോഴ്സബിൾ ആയിരിക്കണം. അത് റൂൾസ് ഓഫ് ലോയാണ്. അത് ക്ലിയർലി എന്ത് ചെയ്തിരിക്കണം? സ്പെൽ ചെയ്തിരിക്കണം. ക്ലിയർ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമേ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതെന്തായിട്ട് പറയുന്നത്? ട്രാൻസ്പെറൻ്റ് ആവണം, എൻഫോഴ്സബിൾ ആവണം എന്ന് പറയുന്നത്. എവിടെയൊക്കെ എൻഫോഴ്സബിൾ ആകുന്നത്? DCAയിലും അതുപോലെ തന്നെ SEBIയിലും. എന്താണ് ഈ DCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. SEBI എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും അത് അപ്ലിക്കബിൾ ആകുന്ന ഒരു തരത്തിലുള്ള പ്രൊവിഷൻസ് ആണ് നമ്മുടെ റെഗുലേഷൻസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഗവേണൻസ് എന്ന് പറയുന്നതിൽ അപ്ലൈ ചെയ്യുന്ന ലീഗൽ ഫ്രെയിം വർക്കിൽ വരുന്നത്. ഓക്കെ, ദ ഡിവിഷൻസ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ് എമംഗ് ഡിഫറെൻറ്റ് അതോറിറ്റീസ് ഇൻ എ ജൂറിസ്ഡിക്ഷൻ ഷുഡ് ബി ക്ലിയർലി ആർട്ടിക്കുലേറ്റഡ് ആൻഡ് എൻഷുവർ ദാറ്റ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഈസ് സെർവ്ഡ്. പബ്ലിക്കിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വേണം ഈ അതോറിറ്റീസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധിയിൽ വരുന്ന ഒരു അതോറിറ്റീസ് എന്ന് പറയുന്നത് ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് ക്ലിയർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതെങ്ങനെയായിരിക്കണം? ക്ലിയർലി സ്പെൽഡ് ഔട്ട് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആയിരിക്കണം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ഇന്ത്യ ഫോൾ അണ്ടർ ഡ്യുവൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ DCA ആൻഡ് SEBI ഓൺ ഇഷ്യൂ റിലേറ്റഡ് ടു കോർപ്പറേറ്റ് ഗവേണൻസ്. നമുക്കറിയാം, ലിസ്റ്റഡ് കമ്പനി ഷെയർസ് ആണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനികൾ, അതായത് ലിസ്റ്റഡ് കമ്പനികൾ എന്തൊക്കെ പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഫോളോ ചെയ്തിരിക്കണം? DCA പറയുന്നതും അതോടൊപ്പം തന്നെ SEBI പറയുന്നു. അതുകൊണ്ടാണ് ഡ്യുവൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് അധികാര പരിധിയുടെ ഉള്ളിലാണ് ഒരു ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് നിൽക്കുന്നത്. DCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ടും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ഗൈഡ് ലൈൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇത് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ഡ്യുവൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. While this may not hamper the ability to pursue key corporate governance objective, it result in overlap of jurisdiction on one hand and additional compliance cost of the companies on the other hand. അപ്പോൾ രണ്ട് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടി ഫോളോ ചെയ്യേണ്ടി വരും? കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസും കൂടി ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എൻഫോഴ്സബിൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ഒബ്ജക്റ്റീവാണ് ഇവിടെ നോക്കേണ്ടത്. ഇതിലൊക്കെ DCA പറയുന്ന ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ SEBI പറയുന്ന ഒബ്ജക്റ്റീവ്സും നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ദ റിസൾട്ട് ഇൻ ഓവർലാപ്പ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓൺ വൺ ഹാൻഡ്. ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ SEBIയിൽ പറയുന്ന ഒരു അതോറിറ്റീസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഓവർലാപ്പ് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതും കൂടിയും കംപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. Supervisory, regulatory and enforcement
authorities should have the authority, integrity and resources to fulfill their duties in a professional and objective manner. അപ്പോൾ ഈ ലീഗൽ ഫ്രെയിം വർക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്? ഒരു പ്രൊഫഷണൽ ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അത് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസാണ് അവിടെ കാണിക്കേണ്ടത്? അതോറിറ്റി ഉണ്ടായിരിക്കും, ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റിസോഴ്സസിൻ്റെ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു എൻഫോഴ്സബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഇഫക്റ്റീവ്നെസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സൂപ്പർവൈസറി റെഗുലേറ്ററി എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന അതോറിറ്റീസ് എങ്ങനെയൊക്കെ ചെയ്യണം? അതോറിറ്റി ബേസിലും ഇൻറ്റഗ്രിറ്റി ബേസിലും അതുപോലെ തന്നെ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ റിസോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പ്രൊഫഷണൽ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് ആ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Moreover, their rulings should be timely, transparent and fully explained. അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? ടൈംലി, പങ്ക്ച്വലായിട്ട് തന്നെ അത് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അത് നമ്മൾ പറഞ്ഞു ക്ലിയർലി സ്പെൽഡ്, അതായത് കറക്റ്റായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാനും കൂടിയും പറ്റത്തക്ക വിധത്തിലുള്ള ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ആയിരിക്കണം അവരുണ്ടാക്കിയിരിക്കേണ്ടത്. Regulatory authorities, particularly SEBI, have done a great job in this regard. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതിൽ റെഗുലേറ്ററി അതോറിറ്റീസിലെ മെയിൻ റോള് പ്ലേ ചെയ്യുന്നത് ആരാണ്? സെബി തന്നെയാണ്. ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയ്ഡ് ബൈ സെബി ടു റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആർ അറ്റ് പാർ വിത്ത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഈ സെബിയിൽ വരുന്ന സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണ് സെബി എന്ത് ചെയ്യുന്നത്? അതിനെ റെഗുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതാണ് സെബി ഫോളോ ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മോണിറ്റർ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ ശരിയായ വിധത്തിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏത് സ്റ്റാൻഡേർഡാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. However, regulatory authorities do suffer from lack of more effective powers as well as shortage of key qualified personnel. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. റെഗുലേറ്ററി അതോറിറ്റീസ് ഫേസ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് മോർ ഇഫക്റ്റീവ് പവേഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ തോതിൽ മാത്രമേ സെബിക്ക് ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണലിൻ്റെ ഒരു ഷോർട്ടേജും ആര് ഫേസ് ചെയ്യുന്നുണ്ട്? ഈ റെഗുലേറ്ററി അതോറിറ്റീസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ് പവേഴ്സ് ഇല്ല, അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണൽ ഇല്ല എന്നുള്ള പറയുന്നതാണ് രണ്ട് ഡ്രോബാക്ക് ഈ റെഗുലേറ്ററി അതോറിറ്റീസിൽ ഉള്ളത്. The companies in India have to comply with the provisions of the Companies Act. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റെഗുലേറ്ററി പവേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീസ് എന്ന് പറയുന്നതിൽ കീ റോള് പ്ലേ ചെയ്യുന്നത് സെബി തന്നെയാണ്. അതോടൊപ്പം സെബിയുടെ ഗൈഡ് ലൈൻസ് മാത്രം ഫോളോ ചെയ്താൽ പോരാ, എന്തും കൂടി ഫോളോ ചെയ്യണം. DCA, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നതിൽ പറയുന്ന പ്രൊവിഷൻസും കൂടി ഫോളോ ചെയ്യുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസും കൂടിയും എല്ലാ കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യണം. അത് കമ്പനീസ് ആക്ട് 1956 ഇപ്പോൾ ന്യൂ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് 2013. അതിൽ പറയുന്ന കാര്യങ്ങളും കൂടിയിട്ടാണ് കംപ്ലൈ ചെയ്യേണ്ടത്. ദ സെബി ഗൈഡ് ലൈൻസ്, ദി കുമരമംഗലം Birla report on corporate governance, the accounting standards issued by ICSI and the listing agreement with the stock exchange in which they are listed. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കോർപ്പറേറ്റ് ഗവേണൻസിൽ കമ്പനീസ് ആക്ട് 1956 ആൻഡ് ദ ന്യൂ അമെൻമെൻറ്റ് ആക്ട് 2013 അത് മാത്രം ഫോളോ ചെയ്താൽ മതിയോ? പോരാ, എന്തും കൂടി ഫോളോ ചെയ്യണം. സെബിയിൽ പറയുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ കുമരമംഗലം ബിർള റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് അതൊരു കേസ് സ്റ്റഡിയാണ്. അതിൽ പറയുന്ന ആ ഒരു പ്രൊവിഷൻസും കൂടിയും കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ and the listing agreement with the stock exchanges in which they are listed. ഈ കമ്പനികൾ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെ വരുന്ന ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിൽ പറയുന്ന പ്രൊവിഷൻസും കൂടിയും കംപ്ലൈ ചെയ്തിരിക്കണം.
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? കമ്പനീസ് ആക്ട്, അത് 1986, ന്യൂ അമെൻമെൻറ്റ് 2013, അതുപോലെ തന്നെ സെബി ഗൈഡ് ലൈൻസ്, കുമ്മരമംഗം ബിർള റിപ്പോർട്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ICAI, അതുപോലെ തന്നെ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നതും ഈ ലീഗൽ ഫ്രെയിം വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടതാണ്. ഇതിൽ പറയുന്ന എല്ലാ പ്രൊവിഷൻസും ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ദ കമ്പനീസ് ആക്ട് 1956 ഈസ് ദ റെലവൻറ്റ് സ്റ്റാറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ദാറ്റ് ഗവേൺസ് ഇൻ കോർപ്പറേഷൻ ഫങ്ഷനിങ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനീസ്. എന്തുകൊണ്ടാണ് ഈ കമ്പനീസ് ആക്ടിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്? ഇൻകോർപ്പറേഷൻ്റെ കേസ് ആയാലും ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഫങ്ഷനിങ് ആയാലും വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ആയാലും അവർ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഏതിലുള്ളതാണ്? ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് 1956 പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ട്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ സമയത്തും ഫങ്ഷനിങ്ങിൻ്റെ സമയത്തും വൈൻഡിങ് അപ്പിൻ്റെ സമയത്തും എല്ലാ കമ്പനീസും ആസ് പെർ ദ കമ്പനീസ് ആക്ട് 1956 പറയുന്ന സ്റ്റാറ്റ്യൂട്ട്സ് ഫോളോ ചെയ്യണം. The ordinary business activities like a declaration of dividend, appointment of directors, acceptance of the financial statements and appointment of auditors requires the consent of 51% of the shareholders, whereof all other business activities other than routine business activities requires the approval of 75% of the shareholders. ഷെയർഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ഇതിൽ പറയുന്ന ഓരോ ഡിസിഷൻ മേക്കിങ്ങിനും ആവശ്യമുണ്ട്. അതിൽ 2 കാറ്റഗറി പറഞ്ഞിട്ടുള്ളത്. ഒരു കാറ്റഗറിയിൽ പറയുന്നത് 51% ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആക്സെപ്റ്റൻസ് വേണം. വേറൊരു അപ്രൂവൽ പറഞ്ഞിട്ടത് 75% ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇനി 51% ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ആവശ്യമുള്ള കേസുകൾ ഏതൊക്കെയാണ്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കേസിലാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ 51% പെർമിഷൻ ആവശ്യമുള്ളത്. അതേസമയം 75% എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്രൂവൽ ഓഫ് ദ, അതായത് മറ്റുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതിൽ ഓർഡിനറി ബിസിനസ് ആക്ടിവിറ്റീസിലാണ് 51% ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പെർമിഷൻ ആവശ്യമുള്ളത്. അതർ ബിസിനസ് ആക്ടിവിറ്റീസ് അതർ ദാൻ റൊട്ടീൻ, സാധാരണ നടക്കുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലാത്ത സ്പെഷ്യൽ കേസിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ 75% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ ആവശ്യമുണ്ട്. If a company wants to start a new business, it requires the approval of 75% of shareholders, which means that the board of a widely held company should be able to persuade the shareholders about their strategy to pass the special resolution. അപ്പോൾ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? പെർസുവേഡ് ദ ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിനെ പെർസുവേഡ് ചെയ്യുക, അതായത് അവരെ അനുനയിപ്പിച്ചുകൊണ്ട് മാത്രമേ അവിടെ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇഫ് എ കമ്പനി വാണ്ട്സ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്, ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ 75% ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാനുള്ള കാരണം? അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ബോർഡ് ഓഫ് എ വൈഡ്ലി ഹെൽഡ് കമ്പനി, ഒരു കമ്പനിയുടെ ബോർഡ് എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഷെയർ ഹോൾഡേഴ്സിനെ അതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിനെ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷനിൽ പാസ് ചെയ്യണം. അതിനുള്ളൊരു അപ്രൂവലിന് വേണ്ടിയിട്ടാണ് ബോർഡ് എന്ന് പറയുന്നത് 75% ഓഫ് ദ അപ്രൂവൽ റിക്വയർമെൻറ്റിൽ എടുക്കുന്നത്. The board of a closely held company will not find it difficult to pass such a resolution because the shareholders are usually the managers in such cases. ഇനി ക്ലോസ്ലി ഹെൽഡ് കമ്പനി, ഇപ്പോൾ ഓപ്പൺ എൻഡ് കമ്പനി ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഈ റെസൊല്യൂഷൻ പാസ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം കമ്പനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോർഡ് എന്ന് പറയുന്നത് ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആണെങ്കിൽ അത് അതിൻ്റെ റെസൊല്യൂഷൻ പാസ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എന്താണ് അതിൻ്റെ കാരണം? ഷെയർ ഹോൾഡേഴ്സ് ആർ യൂഷ്വലി ദ മാനേജേഴ്സ് ഇൻ സച്ച് കേസസ്. ആ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും ബോർഡിൽ നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്.
അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലീഗൽ ഫ്രെയിം വർക്കിനെ കുറിച്ചിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു പോയിന്റ്, അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അതായത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്ന സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മീറ്റിംഗ്. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ സമ്മറി എന്ന് പറയുന്നതിൽ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, DCA പറയുന്നതും അതുപോലെ തന്നെ SEBI പറയുന്ന ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ആ ഫോളോ ചെയ്യുമ്പോൾ അവിടെ വരുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ കറക്റ്റായിട്ടുള്ള കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസും അതുപോലെ തന്നെ SEBI ഗൈഡ് ലൈൻസും കൂടിയും ഒരേപോലെ കൊണ്ടുപോയത് ഡ്യുവൽ അതോറിറ്റീസ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നതിൻ്റെ ലീഗൽ ഫ്രെയിം വർക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത് ഇതിൽ പറഞ്ഞ കമ്പനീസ് ആക്റ്റും അതുപോലെ തന്നെ SEBI എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ്. അപ്പോൾ അത് ഫോളോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലീഗൽ ഫ്രെയിം വർക്കിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് നമുക്ക് അറിഞ്ഞിരിക്കണം, SEBIയുടെ ഗൈഡ് ലൈൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസും കൂടിയും നമുക്ക് പഠിക്കേണ്ടത് ഒരു ആവശ്യമുണ്ട്. എന്താണ് കാരണം, നേരത്തെ നമ്മൾ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ 2 പ്രൊവിഷൻസ് ആണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. DCAയുടെ പ്രൊവിഷൻസും അതോടൊപ്പം തന്നെ SEBIയുടെ ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊവിഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം, SEBIയുടെ ഗൈഡ് ലൈൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ SEBIയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ റെഗുലേറ്ററി അതോറിറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ over listed companies and which issues regulations, rules and guidelines to companies to ensure the protection of investors. ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ് എന്ത് SEBI എന്ന് പറയുന്നത്. അപ്പോൾ ആ SEBIയുടെ അധികാര പരിധിയിൽ ഏതൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ലിസ്റ്റഡ് കമ്പനീസാണ് അവിടെയുള്ളത്, ആ കമ്പനീസിൻ്റെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് റെഗുലേഷൻസ്, റൂൾസ്, ഗൈഡ് ലൈൻസ് ഓഫ് ദ കമ്പനീസ്, അതെന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. With the abolition of the Office of the Controller of Capital Issues, the Security and Exchange Board of India, that is SEBI, was constituted. എന്തിനു വേണ്ടിയിട്ടാണ് SEBI എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? വിത്ത് ദ അബോളിഷൻ ഓഫ് ദ ഓഫീസ് ഓഫ് ദ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്. ക്യാപിറ്റൽ ഇഷ്യൂസിൻ്റെ കൺട്രോളർ എന്ന് പറയുന്ന ആ ഒരു ഓഫീസ് അത് നിർത്തലാക്കിക്കൊണ്ട് പുതിയൊരു ബോർഡ് കൂടുതലായിട്ട് എൻഫോഴ്സബിൾ പവറോടുകൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ടുള്ള SEBI എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഒറിജിനലി ഇൻ 1988 ബട്ട് വാസ് ഓൺലി ഗിവൺ സ്റ്റാറ്റ്യൂട്ടറി പവർ വിത്ത് എനാക്ട്മെൻറ്റ് ഓഫ് ദ SEBI ആക്ട് ഇൻ ജാനുവരി 1992. ആദ്യം ഈ SEBI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1988 വീണ്ടും അതിൻ്റെ ഒരു എംപവർമെൻ്റ് എന്ന് പറയുന്നതിൽ പുതിയൊരു അനാക്ട്മെൻറ്റ് വന്നിട്ടുള്ളതാണ് SEBI ആക്ട് ജാനുവരി 1992 എന്ന് പറയുന്നത്. The SEBI did not obtain complete autonomy and authority to pursue its twin goals of investor protection and market development. അപ്പോൾ SEBIയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 2 ആസ്പെക്റ്റിലാണ് നിൽക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഇവിടെ SEBI കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. The authority in key areas remained with the Department of Company Affairs. ഇതിൽ കീ ഏരിയ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, DCA, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് അഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് തന്നെയാണ്. The statutory and regulatory powers to SEBI has been given by the government with the mission to move from control regime to prudential regulations. ഈ കമ്പനിയുടെ കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എന്തിനുള്ള പവേഴ്സ് കൊടുത്തിട്ടുള്ളത്, റെഗുലേറ്ററി പവേഴ്സ് എന്ന് പറയുന്നത് ആർക്കോ കൊടുത്തിട്ടുള്ളത്, SEBIക്ക് കൊടുത്തിട്ടുള്ളത്. SEBI introduced a new clause 49 in the listing agreement of the stock exchanges via its circular SM DRP policy CIR 10/2000 dated 21st February 2000 specifying the principles of corporate governance. SEBI പുതിയതായിട്ട് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലോസ് ആണ് ക്ലോസ് 49 എന്ന് പറയുന്നത്.
അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 21 ഫെബ്രുവരി 2000 ഈ ക്ലോസ് 49 എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇനി അടുത്ത സെഷനിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ക്ലോസ് 49 എന്ന് പറയുന്നത്? ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണ്? സ്പെസിഫൈങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഈ ക്ലോസ് 49 ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. Thereafter it issued circulars on 9th March 2000, 12th September 2000, 22nd January 2001, 16th March 2001 and 31st December 2001, inter alia detailing provisions of the corporate governance, its applicability, reporting requirements, amendments to clause 49. അപ്പോൾ ക്ലോസ് 49 എന്ന് പറയുന്നത് 21 ഫെബ്രുവരി 2000 ആദ്യത്തെ ഒരു സർക്കുലേഷനിൽ ഇറക്കിയെന്നുണ്ടെങ്കിലും പിന്നീട് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഏതൊക്കെ സർക്കുലർ പ്രകാരമാണ് വരുത്തിയിട്ടുള്ളത്? ആദ്യത്തത് 9th March 2000, then 12th September 2000, 22nd January 2001, 16th March 2001 and 31st December 2001. 5 പ്രാവശ്യമായിട്ട് 5 സർക്കുലറായിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവിടെ മാറ്റങ്ങൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രൊവിഷൻസ് എന്തിലൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്? അപ്ലിക്കബിലിറ്റി, അതുപോലെ തന്നെ റിക്വയറിങ് ദ റിപ്പോർട്ടുകൾ എങ്ങനെയൊക്കെയാണ് പബ്ലിഷ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അമെൻമെൻറ്റ്സ് ടു ക്ലോസ് 49 എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള 5 ഡേറ്റുകളിലായിട്ട് സർക്കുലർ വഴി അമെൻമെൻറ്റ് വരുത്തിയിട്ടുള്ളത്. Following the recommendations of Narayana Murthy Committee on Corporate Governance, SEBI in exercise of powers conferred by Section 11, Subsection 1 of the SEBI Act 1992, read with the Section 10 of the SCRA Act 1956, revised clause 49 again, widened the circular SEBI MRD SC 2003-26-8 dated 26th August 2003. വീണ്ടും ഒരു നാരായണമൂർത്തി കമ്മിറ്റി ഒരു സ്റ്റഡി കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചുള്ളൊരു സ്റ്റഡി നടത്തിയപ്പോൾ വീണ്ടും റെക്കമെൻഡേഷൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് സെബി ഒരു പുതിയൊരു സർക്കുലറും കൂടി ഇറക്കിയിട്ടുണ്ട്. അത് സെക്ഷൻ 11 സബ്സെക്ഷൻ 1 പ്രകാരം, ഇത് സെബി ആക്ട് 1992 സെക്ഷൻ 11 സബ്സെക്ഷൻ 1 പ്രകാരമാണ് ഒരു പവറും കൂടിയും ഇവിടെ വന്നിട്ടുള്ളത്. അത് പറയുന്നത് ഏതിലാണ്? റീഡ് വിത്ത് സെക്ഷൻ 10 ഓഫ് ദി SCRA ആക്ട്. SCRA ആക്ട് 1956 പ്രകാരം സെക്ഷൻ 10 ഒരു റിവിഷൻ വന്നിട്ടുള്ളത്. അതും ഏതിൽ റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്? ക്ലോസ് 49 റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 26th August 2003. അതുകൊണ്ടാണ് ആ സർക്കുലറിൻ്റെ ഡേറ്റിൻ്റെ അവസാനം നമ്മൾ 2003 26/8 എന്ന് പറയുന്നത്. 2003 എന്ന് പറയുന്നത് ഇയർ ആണ്, 26 എന്ന് പറയുന്നത് ഡേറ്റ് ആണ്, 8 എന്ന് പറയുന്നത് മാസം, ഓഗസ്റ്റ് മാസം. But this circular was deferred for implementation and finally withdrawn by SEBI due to its controversial and debated provisions. പക്ഷേ അത് 26th August 2003 സർക്കുലർ ഇറക്കിയെന്നുണ്ടെങ്കിലും ആ സർക്കുലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ട്, സെബിക്ക് അത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വിഡ്രോ ചെയ്തു. എന്താണ് സെബിക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്? കോൺട്രവേഴ്ഷ്യൽ ആൻഡ് ഡിബേറ്റബിൾ പ്രൊവിഷൻസ്. അതിൻ്റെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു? കോൺട്രവേഴ്സ്യൽ ആയിരുന്നു, അതുപോലെ തന്നെ ഡിബേറ്റബിൾ ആയിരുന്നു. അതിലൊരു എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാധ്യത വരാത്തത് കൊണ്ടാണ് അത് സെബി എന്ത് ചെയ്തിട്ടുള്ളത്? വിഡ്രോ ചെയ്തിട്ടുള്ളത്. It was replaced by new SEBI circular SEBI CFD DIL CG 1 2004-1210 dated 29th October 2004 after complete overhaul of the clause 49, that is revised clause 49 superseding all previous circulars issued by SEBI in this regard. അപ്പോൾ സെബി ഇതിനോട് റിലേറ്റഡ് ആയിട്ട്, അതായത് കോർപ്പറേറ്റ് ഗവേണൻസിനോട് റിലേറ്റഡ് ആയിട്ട് മുമ്പ് ഇറക്കിയിട്ടുള്ള എല്ലാ സർക്കുലറും ഒഴിവാക്കിക്കൊണ്ട് 29th October 2004 ഒരു പുതിയ സർക്കുലർ ഇറക്കി. ആ സർക്കുലറാണ് ക്ലോസ് 49 ഇപ്പം നിലനിൽക്കുന്നത്. അത് മുമ്പുണ്ടായിരുന്ന, അതായത് സൂപ്പർസീഡിങ് ഓൾ പ്രീവിയസ് സർക്കുലേഴ്സ്, സൂപ്പർസീഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഫൈനൽ സ്റ്റേജിൽ ഇറക്കിയിട്ടുള്ള ഒരു സർക്കുലറാണ് ഇത് 29th October 2004 സെബി CFD DIL CG
1/2004-12-10 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സർക്കുലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷനോട് കൂടി മുമ്പുണ്ടായിരുന്ന എല്ലാ സർക്കുലറുകളും എന്ത് പോയി, സൂപ്പർസീഡിങ് ആയിപ്പോയി. SEBI is a regulatory authority established in April 12, 1992. SEBI was established with the main purpose of curbing the malpractices and protecting the interest of the investors. അപ്പോൾ SEBI എന്ന് പറയുന്നത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. April 12, 1992 അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതെന്തായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? റെഗുലേറ്ററി അതോറിറ്റി ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. SEBI എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? Avoid the malpractices and protecting and securing the interest of the investors. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ബേസിസിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മാൽപ്രാക്ടീസസ് എന്ന് പറയുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? SEBI എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. Its main objective is to regulate the activities of the stock exchange and at the same time ensuring the healthy development in the financial market. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യിപ്പിക്കുക, അതോടൊപ്പം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അറ്റ് ദ സെയിം ടൈം ensuring the healthy development in the financial market. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ ഹെൽത്തി ഡെവലപ്മെൻ്റ് ആണ് മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. In order to ensure good corporate governance, SEBI came up with the detailed corporate governance norms. അതുകൊണ്ട് തന്നെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് SEBI എന്ത് ചെയ്തിട്ടുണ്ട്? കോർപ്പറേറ്റ് ഗവൺമെൻറ് നോംസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. The provisions of the revised clause 49 must be implemented for the following entities. ഇനി എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്ലോസ് 49 പറഞ്ഞിട്ടുള്ള പുതിയ അമെൻമെൻറ്റ് നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നടപ്പിലാക്കുന്നത്? ഫോർ എൻറ്റിറ്റീസ് സീക്കിംഗ് ലിസ്റ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ ടൈം ഓഫ് സീക്കിംഗ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഓഫ് സച്ച് ലിസ്റ്റിംഗ്. ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ എൻറ്റിറ്റീസ് സീക്കിംഗ് ലിസ്റ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ഡേ, ഏതെങ്കിലും ഒരു കമ്പനി ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സീക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണ് പ്രിൻസിപ്പൽ അപ്രൂവൽ എന്ന് പറയുന്നത് ആദ്യം നടപ്പിലാക്കുന്നത്. സെക്കൻഡ് വൺ വരുന്നത് ഫോർ എക്സിസ്റ്റിംഗ് listed entities which were required to comply with the clause 49 which is being revised, that is those having a paid up share capital of rupees 30 million and above or net worth of rupees 250 million or more at any time in the history of the company by April 1st 2005. അപ്പോൾ April 1st 2005 നമുക്കിത് മോണിറ്റർ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് മോണിറ്റർ ചെയ്യേണ്ടത്? നമുക്ക് പറയുന്നത് ഫോർ എക്സിസ്റ്റിംഗ് ലിസ്റ്റഡ് എൻറ്റിറ്റീസ്, ഓൾറെഡി എൻറ്റിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വിച്ച് വേർ റിക്വയർഡ് ടു കംപ്ലൈ വിത്ത് ക്ലോസ് 49. ക്ലോസ് 49 റിവൈസ്ഡ് ആയിട്ടുള്ളത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കംപ്ലൈ ചെയ്യേണ്ടത് ഏതാണ്? ദോസ് ഹാവിങ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30 മില്യനേക്കാൾ കൂടുതലാവുകയോ അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 250 മില്യനേക്കാൾ കൂടുതലാവുമ്പോൾ ഇൻ ദ ടൈം അറ്റ് എനി ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഹിസ്റ്ററിയിൽ ഈ പറയുന്ന ഒരു കാറ്റഗറിയേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ അത് എന്ന് മുതലാണ് ഇഫക്റ്റീവായിട്ട് വരുന്നത്? 1st April 2005 മുതലാണ് ഇഫക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ക്ലോസ് 49 പറയുന്നത് ലിസ്റ്റഡ് കമ്പനിയുടെ ചരിത്രത്തിൽ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30 മില്യനേക്കാൾ കൂടുതൽ വരികയോ അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 250 മില്യനേക്കാൾ കൂടുതൽ വരികയാണെങ്കിലാണ് നമുക്ക് സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുക. അപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ 2 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ആദ്യമായിട്ട് കമ്പനി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, രണ്ടാമത്തെ കേസിൽ കമ്പനി ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രൊവിഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ദ കമ്പനീസ് കംപ്ലൈയിങ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ക്ലോസ് 49 അറ്റ് എ പ്രസൻറ്റ് മസ്റ്റ് കണ്ടിന്യൂ ടു ഡു സോ till the revised clause 49 is complied with or till March 31st 2005 whichever is earlier. അപ്പോൾ ഇവിടെ പറയുന്നത് തേർഡ് പോയിന്റിൽ പറയുന്നത് ക്ലോസ് 49 റിവൈസ് ചെയ്യുന്നത്
31st March 2005 വെച്ചിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അവിടെ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൽ ഏതാണോ ഏർലിയർ ആയിട്ട് വരുന്നത് അതാണ് നമ്മൾ എടുക്കുന്നത്. ദ കമ്പനീസ് കംപ്ലൈയിങ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ക്ലോസ് 49. ഇപ്പോഴുള്ള ക്ലോസ് 49ൽ കംപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ അറ്റ് പ്രസൻറ്റ് മസ്റ്റ് കണ്ടിന്യൂ ടു ഡു സോ ടിൽ ദ റിവൈസ്ഡ് 49 ഈസ് കംപ്ലൈഡ് വിത്ത്. അത് എന്നാണോ അതിൽ റിവിഷൻ വരുന്നത് അതും അല്ലെങ്കിൽ 31st March 2005 ഇതിൽ ഏതാണോ ഏർലിയർ വരുന്നത് അപ്പോഴാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരാം. ഇനി നെക്സ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത് ഫോർ അതർ ലിസ്റ്റഡ് എൻറ്റിറ്റീസ് വിച്ച് ആർ നോട്ട് കമ്പനീസ് ബട്ട് ബോഡി കോർപ്പറേറ്റ്, എക്സാമ്പിൾ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് എക്സെട്ര ഇൻകോർപ്പറേറ്റഡ് അണ്ടർ അതർ സ്റ്റാറ്റ്യൂട്ട്സ്, ദ റിവൈസ്ഡ് ക്ലോസ് 49 would apply to the extent that it does not violate their respective statutes and guidelines or directives issued by the relevant regulatory authorities. ഇവിടെ പറയുന്നത് അതർ ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ആണ്. നേരത്തെ പറഞ്ഞ 3 ക്ലോസിലും പെടാത്ത എൻറ്റിറ്റീസ് ആണ് വിച്ച് ആർ നോട്ട് കമ്പനീസ്. അതൊരിക്കലും എന്തല്ല, കമ്പനീസ് അല്ല. അങ്ങനെയാണെങ്കിൽ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്, അതായത് ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പ്രൈവറ്റോ പബ്ലിക് സെക്ടറോ ബാങ്കോ ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കാം. അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തത് അതർ സ്റ്റാറ്റ്യൂട്ട്, നേരത്തെ പറഞ്ഞ ഒരു കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ട്സ് അല്ല. The revised clause 49 would apply to the extent that it does not violate their respective statutes. നേരത്തെ പറഞ്ഞ റെസ്പെക്റ്റീവ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യാതെ തന്നെ ക്ലോസ് 49 റിവൈസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡയറക്ഷൻസ് എന്ന് പറയുന്നതും എന്തിനോട് റിലേറ്റഡ് ആയിരിക്കണം, റെലവൻറ്റ് റെഗുലേറ്ററി അതോറിറ്റിയോട് റിലേറ്റഡ് ആയിരിക്കണം. ദ റിവൈസ്ഡ് ക്ലോസ് 49 ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഏത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല, റിവൈസ്ഡ് ക്ലോസ് 49 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. As per the new issues, the new rules, the companies are required to get shareholders approval for RPT, that is related party transaction. It established the whistleblower mechanism, clear mandate to have at least one woman director in the board. Moreover, it elaborated disclosures on pay packages. ഇവിടെ റിവിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ആസ് പെർ ദ ന്യൂ റൂൾസ്, പുതിയ റൂൾ പ്രകാരം കമ്പനീസിൽ എന്താണ് ഒരു റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്? ടു ഗെറ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ ഫോർ RPT, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആരുടെ അപ്രൂവൽ ലഭിച്ചിരിക്കണം? ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചിരിക്കണം. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് വിസിൽ ബ്ലോവർ മെക്കാനിസം. ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വിസിൽ ബ്ലോവർ മെക്കാനിസം ആണ്. അതായത് ക്ലിയർ മാൻഡേറ്റ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ വിമൻ ഡയറക്ടർ, ബോർഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മോർ ഓവർ ഇറ്റ് ഇലാബറേറ്റഡ് ഡിസ്ക്ലോഷർ ഓൺ പേ പാക്കേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡിസ്ക്ലോഷറും കൂടിയും ഇതിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ പറയുന്നത് ക്ലോസ് 35B ഓഫ് ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് ഈസ് ബീങ് എമെൻഡഡ് ബൈ ദ റെഗുലേറ്ററി അതോറിറ്റി. ഇനി റെഗുലേറ്ററി അതോറിറ്റി ലിസ്റ്റിംഗ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ക്ലോസ് 35B പ്രകാരം അമെൻഡ് ചെയ്യുകയാണെങ്കിൽ, നൗ ആസ് പെർ ദ അമെൻഡഡ് ക്ലോസ് ലിസ്റ്റഡ് കമ്പനീസ് ആർ റിക്വയർഡ് ടു പ്രൊവൈഡ് ദ ഓപ്ഷൻ ഓഫ് വോട്ടിംഗ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ ഓൾ പ്രപ്പോസ്ഡ് ഓർ പാസ്ഡ് അറ്റ് ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗിൽ പാസ് ചെയ്യുന്ന എല്ലാ റെസൊല്യൂഷൻസിനും ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുത്തിരിക്കണം? വോട്ടിംഗ് പവർ കൊടുത്തിരിക്കണം. Those who do not have access to e-voting facility, they should be provided a cast their votes in writing on postal ballot. ഇനി വോട്ടിംഗ് സാധിക്കാത്ത ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. There was the need to amend the provisions so that the provisions of the listing agreement can be aligned with the provisions of the Companies Act 2013. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് 2013 ന്യൂ അമെൻഡ് പ്രകാരം ഇറ്റ് വാസ് എ നീഡ് ടു അമെൻഡ് ദ പ്രൊവിഷൻസ് സോ ദാറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് ക്യാൻ ബി അലൈൻ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. പുതിയതായിട്ടുള്ള ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിൽ
ഈ ന്യൂ അമെൻമെൻറ്റ് ആക്ട് കമ്പനീസ് ആക്ട് 2013 പറയുന്ന പ്രൊവിഷൻസും കൂടിയും കണക്കിലെടുക്കേണ്ടതുണ്ട്. By doing so, an additional requirement can be provided to strengthen the corporate governance norms in India with respect to the listed companies. അതുപോലെ തന്നെ ഒരു അഡീഷണൽ റിക്വയർമെൻറ്റും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു അഡീഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പ്രൊവിഷൻ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? ടു സ്ട്രെങ്തൻ ദ കോർപ്പറേറ്റ് ഗവൺമെൻറ് നോംസ്. കോർപ്പറേറ്റ് ഗവേണൻസ് നോംസ് എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ചെയ്യാൻ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഗവേണൻസ് നോംസ് എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് ലിസ്റ്റഡ് കമ്പനീസിൽ നേരത്തെ പറഞ്ഞ ഒരു ന്യൂ അഗ്രിമെൻറ്റിൽ കമ്പനീസ് ആക്ട് 2013 പറയുന്ന പ്രൊവിഷൻസും കൂടിയും അഡോപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി തേർഡ് കാറ്റഗറിയിൽ പറയുന്നത് ക്ലോസ് 49 ഓഫ് ദ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് വെർ ഓൾസോ അമെൻഡഡ് ബൈ സെബി ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിം വർക്ക് ഫോർ ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ഇന്ത്യ. അതോടൊപ്പം തന്നെ ക്ലോസ് 49 മാറ്റം വന്നതിനനുസരിച്ച് കൊണ്ട് സെബിയിൽ വരുന്ന ഒരു ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നേരത്തെ പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് ഇവിടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനി, ഇന്ത്യയിലുള്ള ലിസ്റ്റഡ് കമ്പനീസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബിയിലും ഈ ക്ലോസ് 49 അനുസരിച്ച് കൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ദ റിവൈസ്ഡ് clause forbids the independent directors from being eligible for any kind of stock option. സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഫോർബിഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാൻ ചെയ്യുന്നത്? ഈ റിവൈസ്ഡ് പ്രൊവിഷൻ മൂലം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ ഫോർബിഡ് ചെയ്തിട്ടുള്ളത്. Whistleblower policy is also added in the revised clause whereby the directors and employees can report any unethical behavior, any fraud, or if there is a violation of code of conduct of the company. Whistleblower മെക്കാനിസം എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന ഫസ്റ്റ് പോയിന്റിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണം? വിസിൽ ബ്ലോവർ മെക്കാനിസം എന്ന് പറയുന്നതും കൂടിയും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വിസിൽ ബ്ലോവർ പോളിസി എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഓൾസോ ആഡഡ് ഇൻ ദ റിവൈസ്ഡ് ക്ലോസ്. റിവൈസ്ഡ് ക്ലോസിൽ ആഡ് ചെയ്യണം. അപ്പോൾ വിസിൽ ബ്ലോവർ പോളിസി എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് ക്യാൻ റിപ്പോർട്ട്. ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്തിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്? എനി അൺഎത്തിക്കൽ ബിഹേവിയർ, അനീതിപൂർവമായിട്ട് എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വയലേഷൻ ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ഫ്രോഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വിസിൽ ബ്ലോവർ പോളിസി എന്ന് പറയുന്നത്. By the amendment of Audit Committee is also enhanced. Now it will include evaluation of risk management system and internal financial control will keep a check of inter-corporate loans and investments. അപ്പോൾ ഈ അമെൻമെൻറ്റ് ആക്ട് ഓഡിറ്റ് കമ്മിറ്റിയിലുള്ള അമെൻമെൻറ്റ് ആക്ടോട് കൂടിയിട്ട് എന്താണ് എൻഹാൻസ് ചെയ്യപ്പെട്ടത്? അതായത് ഇവാലുവേഷൻ ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇൻ്റർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നതും എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇൻ്റർ കോർപ്പറേറ്റ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യാനും ചെക്ക് ചെയ്യാനും കൂടി ഈ അമെൻമെൻറ്റ് ആക്ട് ഏതിൽ വരുത്തിയപ്പോൾ? ഓഡിറ്റ് കമ്മിറ്റീസിൽ വരുത്തിയപ്പോൾ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. The amendment now requires all the companies to form a policy for the purpose of determination of material subsidiaries and that will be published online. ഇനി അമെൻമെൻറ്റ് വരുത്തിയതോടുകൂടി എന്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ട്? കമ്പനീസ് അവരുടെ പോളിസീസിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ മെറ്റീരിയൽ സബ്സിഡറീസ് എന്ന് പറയുന്നത് ഒരു പർപ്പസ് ഉദ്ദേശിച്ചുകൊണ്ട് പോളിസീസിൽ എന്ത് ചെയ്യണം? അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം. എങ്ങനെ പബ്ലിഷ് ചെയ്യണം? ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതൊരു റെഗുലേറ്ററി അതോറിറ്റി ആണ്, അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു ബോഡിയാണ് എന്ത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുക, സെക്യൂർ ചെയ്യുക. അതോടൊപ്പം തന്നെ കമ്പനീസ് ആക്ടിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയും സെബിക്കുണ്ട്.
അപ്പോൾ സെബിയുടെ ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ 12, 1992 അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനീസിൻ്റെ വർക്കിംഗ് ഫങ്ഷനിങ്ങും അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയും ആർക്കുണ്ട്? സെബിക്കുണ്ട്. അതുപോലെ തന്നെ ക്ലോസ് 49 ഒരു ഇംപ്ലിമെൻറ്റേഷനോടുകൂടി സെബിയിലും കൂടി മാറ്റങ്ങൾ, അതായത് ലിസ്റ്റഡ് കമ്പനിയുടെ പുതിയൊരു ലിസ്റ്റിംഗ് കമ്പനി വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ലിസ്റ്റിംഗ് കമ്പനി ഓൾറെഡി ഉള്ളതാണ് അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ഒരു കണ്ടിന്യൂറ്റി വരുന്ന സമയത്ത് റിവൈസ്ഡ് ക്ലോസ് 49 എന്ന് പറയുന്നതിലേക്ക് മാറ്റം വരുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനിയാണ്, അത് ഒരു കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ വേറൊരു സ്റ്റാറ്റ്യൂട്ടിലാണ് അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് സെക്ടർ ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഇൻഷുറൻസ് കമ്പനീസൊക്കെയാണ്, അവിടെ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ റിവൈസ്ഡ് റൂള് 49 എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള ഫാക്ടേഴ്സിൽ മാത്രമാണ് ഈ ക്ലോസ് 49 എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെബിയിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ട്, അതായത് ക്ലോസ് 49 എന്ന് പറയുന്നതിൽ റിവിഷൻ വന്നതോടുകൂടി സെബിയുടെ ഗൈഡ് ലൈൻസിലും പ്രൊവിഷൻസിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 2 പോയിൻ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓൾറെഡി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. സെബിയുടെ ഗൈഡ് ലൈൻസും അതിന് മുമ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ആണ്. SS1 SS2 ആണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ തിയറി ഒന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നത്തെ ഒരു അസൈൻമെൻറ്റും കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത്. പേജ് നമ്പർ 107 നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് 13ാമത്തെ റെഫറൻസ് ആണ്. അതായത് ബിമാണി എ എന്ന് പറയുന്ന ഒരു റെഫറൻസ് ആണ് ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ജേണൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ് എന്ന് പറയുന്നത് ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ഒരു റിവ്യൂ എഴുതാനും എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.